കേന്ദ്ര സർക്കാർ മുൻപത്തെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയും സംസ്ഥാന സർക്കാർ അവരെ ചതിക്കുകയും ചെയ്തുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പാർലമെന്റ് ഇപ്പോൾ പാസാക്കിയ വഖഫ് നിയമം മുൻപത്തെ വിഷയം പരിഹരിക്കാൻ പര്യാപ്തമല്ല. ഇക്കാര്യം നിയമം പാസ്സാകുന്നതിന് മുൻപ് തന്നെ UDF പറഞ്ഞതാണ്. പുതിയ നിയമം ഒരിക്കലും അവസാനിക്കാത്ത നിയമപ്രശ്നത്തിലേക്ക് മുൻപം വിഷയത്തെ കൊണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. പ്രശ്നം പരിഹരിക്കാനുള്ള അവസരമാണ് വഖഫ് ട്രിബ്യൂണലിൽ ഉണ്ടായത്. ഭൂമി വഖഫല്ല എന്ന് അത് നൽകിയ സേട്ടിന്റെ കുടുംബവും ഭൂമി വാങ്ങിയ ഫറൂഖ് കോളേജ് മാനേജ്മെന്റും ട്രിബ്യൂണലിൽ പറഞ്ഞിരുന്നു. മുൻപത്തേത് വഖഫ് ഭൂമി അല്ല എന്ന നിലപാട് ആദ്യമായി സ്വീകരിച്ചത് UDF ആണ് എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, നേരത്തെ ഈ നിയമം വരുന്നതിന് മുമ്പും നിയമം വന്നതിന് ശേഷവും ഞങ്ങൾ പറഞ്ഞു, ഇപ്പോൾ പാർലമെൻറ്റ് പാസാക്കിയ വഖഫ് നിയമം മുൻപത്തെ വിഷയം പരിഹരിക്കാൻ പര്യാപ്തമല്ല. മാത്രമല്ല, ആ നിയമത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പുതിയൊരു വിഷയം ഇത് ഒരിക്കലും അവസാനിക്കാത്ത നിയമപ്രശ്നത്തിലേക്ക് അതിനെ കൊണ്ടുപോകാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇപ്പോൾ പരിഹരിക്കാനുള്ള ഒറ്റ അവസരമാണ് ഉണ്ടായിരുന്നത്. വഖഫ് ട്രൈബ്യൂണലിലായിരുന്നു ഈ കേസ്. വഖഫ് ട്രൈബ്യൂണലിൽ ഈ ഭൂമി കൊടുത്ത സേട്ടിൻ്റെ കുടുംബം പറഞ്ഞു ഇത് വഖഫ് ഭൂമി അല്ല. ഈ ഭൂമി വാങ്ങിച്ച ഫറൂഖ് കോളേജിൻ്റെ മാനേജ്മെൻറ്റും പറഞ്ഞു ഇത് വഖഫ് ഭൂമി അല്ല. ഞങ്ങൾ ആദ്യം എടുത്തിരുന്ന സ്റ്റാൻഡാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ള ഉറച്ച നിലപാട് ഞങ്ങളാണ് എടുത്തത്. വഖഫ് ഭൂമി അല്ല എന്ന്. ആ നിലപാടിലേക്ക് ഇപ്പോൾ ഭൂമി കൊടുത്തവരും ഭൂമി വാങ്ങിച്ചവരും വന്നിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അനുകൂലമായ നിലപാട് വഖഫ് ട്രൈബ്യൂണലിൻ്റെ ഭാഗത്തു നിന്ന് വന്നേനെ. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഗവൺമെൻറ് വഖഫ് ബോർഡിനെ കൊണ്ട് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുപ്പിച്ച് സ്റ്റേ വാങ്ങിച്ചു ഈ വഖഫ് ട്രൈബ്യൂണലിൻ്റെ പ്രവർത്തനങ്ങൾക്ക്. മെയ് 19 വരെയുള്ള ഈ വഖഫ് ട്രൈബ്യൂണലിൻ്റെ കാലാവധി ഇവർ സ്റ്റേ മേടിച്ചിരിക്കുന്നത് ഗവൺമെൻറ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം വഖഫ് ബോർഡാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടിയാണ് പോയിരിക്കുന്നത്. മെയ് 29 വരെ സ്റ്റേ മേടിച്ചു. അപ്പോൾ ഈ വഖഫ് ട്രൈബ്യൂണലിന് വിധി പറയാൻ പറ്റില്ല. ഇനി വരാൻ പോകുന്ന വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് പാർലമെൻറ്റ് പാസ്സാക്കിയ BJPക്കാർ പാസ്സാക്കിയ വഖഫ് നിയമം അനുസരിച്ചുള്ള ഘടന അനുസരിച്ചുള്ള പുതിയ വഖഫ് ട്രൈബ്യൂണലാണ്. അപ്പോൾ തീർക്കാനുണ്ടായിരുന്നൊരവസരം അതിനെ പുറകിൽ നിന്ന് കുത്തി ചതിച്ചത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വഖഫ് നിയമം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്നിപ്പോൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. ഞങ്ങൾ അതാണ് ആദ്യമേ പറഞ്ഞത്, ഇത് കൊണ്ടൊരു ഗുണവും ഉണ്ടാവില്ല. രണ്ടാമത് സംസ്ഥാന ഗവൺമെൻറ് അവരെ ചതിക്കുകയും ചെയ്തു. ഒരു കൂട്ടർ പറഞ്ഞു പറ്റിച്ചു, ഒരു കൂട്ടർ ചതിച്ചു. ഇതാണ് വഖഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലുള്ളത്. നമുക്കത് പരിഹരിക്കാൻ കഴിയും. ഞങ്ങൾക്ക് അതിനകത്ത് നിയമപരമായ ഒരു ഫോർമുല ഞങ്ങൾക്കുണ്ട്, UDFലുണ്ട്. അത് പരിഹരിക്കാൻ പറ്റും. പക്ഷേ ഗവൺമെൻറ് അത് തയ്യാറല്ല. ഗവൺമെൻറ് ഇത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണമെന്ന സംഘപരിവാർ അജണ്ടയ്ക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് കേരളത്തിലെ ഗവൺമെൻറ് ചെയ്യുന്നത്. അതാണ് സ്ഥിതി.